ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയം ജേണി. പവി കെയർ ടേക്കർ ഇന്നലെ വന്നിട്ടുണ്ട് ട്രെയിലർ. പക്ഷെ എന്ത് ചെയ്യാം, പനിച്ച് വിറച്ച് കിടക്കായിരുന്നു. ഒരു ഇഞ്ചക്ഷൻ ഒക്കെ വെച്ച് ഇപ്പോഴാണെന്ന് റെഡി ആയത്. സോ പെങ്ങളെ മോളെ കല്യാണം കൂടിയാണ്, അതിന്റെ തിരക്കൊക്കെയാണ്. ചിലപ്പോൾ അപ്പുറത്തിപ്പുറത്തും ചില ശബ്ദങ്ങളും ഒക്കെ കേട്ടേക്കാം, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും നേരെ പവി കെയർ ടേക്കറിന്റെ ട്രെയിലർ കണ്ടിട്ട് വരാം. ഓക്കെ, റെഡി റെഡി. നിങ്ങൾക്ക് എന്നാ പറ്റിയെന്ന്? എന്താ പ്രശ്നം? അവൻ എന്തിനാ നിലവിളിച്ചേ? ഈ രാത്രിയും പോലും ഉറക്കമുള്ള ഡ്യൂട്ടിയല്ലേ, കയ്യിന്ന് പോയി. 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, ഒരുമാതിരി ഉളി പോയ ആശാരിയെ പോലെ. എന്റെ ഉളി പോയി. നിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. എന്തിന്? ഇന്ന് പുതിയ ആള് വരും. ആളാ? ഏതരവലാതിയാണ് അവിടെ കയറി താമസിക്കുന്നത്. അവൻ വന്നു കഴിഞ്ഞാ ഓടിച്ചിട്ട് അവന്റെ ചന്തിക്ക് അച്ചാലും മുച്ചാലും കടിച്ചു പറിച്ചേക്കണം. കാശിനോടുള്ള ആർത്തി മാത്രം മനസ്സിൽ കൊണ്ടു നടക്കണം. നിങ്ങൾ അറിയാതെ കാമാർത്ഥനായി അവൻ അവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. കൊച്ചേട്ടൻ മാത്രമേ നിത്യ ബ്രഹ്മസ്ഥിതിയായിട്ട് ദാമ്പത്യ സുഖം അറിയാതെ പാഴായിപ്പോട്ടെ. അവൻ ഇനി ഇതിനകത്തെങ്ങാനും വന്നാ തീർന്നു. തള്ളച്ചവരെ വെടിവെച്ചിട്ട് ഈ ആണും പെണ്ണും തമ്മിൽ പ്രേമം എന്നുള്ള സംഗതി മാത്രമേ നല്ല ഒന്നാന്തരം ഫ്രണ്ട്ഷിപ്പും കൊണ്ടുനടക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ മനസ്സിലാവണേല് ലൈഫിൽ അങ്ങനെ ഒരാൾ വേണം. പവി, ഞാൻ നിന്നോട് ഒരു പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? നിന്റെ ഭാഗ്യമുണ്ട്, അവരോട് പറഞ്ഞപ്പോ അവർക്ക് താല്പര്യ. Ask for a date, propose, and close the deal. സുന്ദരിയാ? നോക്കിയിട്ട് പറയാട്ടോ. എന്താ പവിയേട്ടാ എന്നെ ഒറ്റ കൊടുത്ത യൂദാസ്. മ്യൂസിക് അല്ലേ? ഇത്ര തിരക്ക് പിടിച്ച് അങ്ങോട്ട് എന്നിട്ട് പട്ടിയാ പിടിക്കാനും കുളിപ്പിക്കാനും അല്ലേ? നെല്ല പോയാ മതി. താനിവിടെ ഇല്ലായിരുന്നപ്പോ കൊച്ചിയുടെ വന്നായിരുന്നു. ഏത് വെച്ച്? ഞാനിവിടുത്തെ കെയർ ടേക്കറാണ്. ഐ ഡോണ്ട് കെയർ. എന്റെ പവിയേട്ടാ, നിങ്ങൾ ഇതിനകത്ത് ഈ കമ്പോള നിലവാരവും വയലും വീടും കേട്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കാതെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ നോക്ക്. കാലം തിരശ്ശീല മാറ്റി കൺമുമ്പിൽ കൊണ്ടുവരും. ഏപ്രിൽ 26 അല്ലേ? 26-ാം തീയതി ഇലക്ഷന്റെ അന്ന്. 26-ാം തീയതി ഇലക്ഷൻ അല്ലേ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് പുള്ളിക്കാരന്റെ ആ ഒരു വിന്റേജ് ദിലീപേട്ടന്റെ ആ ഒരു കോമഡി കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ദിലീപേട്ടന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പുള്ളിക്കാരന്റെ കയ്യിലാണ് ഇങ്ങനത്തെ സാധനങ്ങൾ. അത് ഭയങ്കര രസമുണ്ട്. ഇപ്പൊ ഒരു ചുമരുമേക്ക് തിരിയുമ്പോ ചുമരുമ അങ്ങനെ ആവണത്. പിന്നെ അങ്ങനെ കുറെ സാധനങ്ങൾ അതിൽ കണ്ടു, നമ്മള് ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഞാനല്ലേ ഈ പേര് പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിരുന്നു. ഞാൻ ഇപ്പോഴാണ് അതിന്റെ ഒരു എന്തെങ്കിലും ഒന്ന് കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് അറിയാം, കെയർ ടേക്കർ എന്നിട്ട് ഞാൻ സെക്യൂരിറ്റി ടൈപ്പിൽ ഞാൻ ചിന്തിച്ചില്ല. കെയർ ടേക്കർ പറഞ്ഞാൽ ആരെങ്കിലും കെയർ ടേക്കർ, ഐ മീൻ കുട്ടികളൊക്കെ കെയർ ടേക്കർ അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ ആ ഒരു റോളായിരിക്കുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ മനസ്സിലായില്ല ഏതാണ് ആ നായിക അല്ലെ, അത് മനസ്സിലായില്ല. പെട്ടെന്ന് തോന്നിയ മറ്റു കുട്ടിയാണോ അതില്? പഞ്ചായത്തിലെ തന്നെ ആ കാര്യം അവരാണോന്ന് ഡൗട്ട്. എന്തായാലും സംഭവം പൊളി, നല്ല ഒരു, എനിക്ക് തോന്നുന്നു ഭയങ്കര എന്റർടൈനിങ് ആണ്. ഞാൻ ഫസ്റ്റ് ഒരു ആക്ഷൻ കണ്ടപ്പോഴേ, തുടക്കം തന്നെ ആക്ഷനും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിലെ പാട്ടാണെങ്കിലും ഇതിനു മുമ്പ് ടീച്ചർ ആണെങ്കിലും അതിലൊന്നും എവിടെയും ഒരു ആക്ഷൻ. ഞാൻ ഈ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചതെന്ന് പറയാൻ മെയിൻ കാരണം. പേര് മാത്രമേ നൈസായി. നിനക്ക് തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട്? അടിപൊളിയല്ലേ? അതേപോലെ കളർഫുൾ ആണല്ലേ, DOP കാര്യങ്ങളും നല്ല ഭംഗിയുണ്ട്. എന്താ എന്ത്, ഞാനൊരു മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിനിയാണ്. വിദ്യാർത്ഥിനിയല്ല, ഇപ്പൊ ആയിരുന്നു. അപ്പൊ എന്നെ ഇത്ര തരം താഴ്ത്തരുത് എന്നാണ് എനിക്കൊരു പറയാം. അങ്ങനല്ല, പെട്ടെന്ന് പറഞ്ഞപ്പോഴേ, പൊതുവെ അങ്ങനെ എന്റെ അടുത്ത് സംസാരിക്കാറില്ലല്ലോ. പെട്ടെന്ന് DOP ആണെന്നൊക്കെ പറഞ്ഞപ്പോ ഒന്ന് ആലോചിച്ചു മാത്രമേ ഉള്ളൂ.
ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? തീർച്ചയായിട്ടും എന്തായാലും പടം നല്ല കിടിലൻ പടമായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. 26-ാം തീയതി കണ്ടോ, ഞാൻ trailer കണ്ടോളൂ, ഞാൻ cut ആയി. കളർഫുൾ ആയി വന്ന പോലെ തന്നെ ആ പടവും കളർഫുൾ ആയി വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അപ്പൊ 26-ാം തീയതി ചിലപ്പോ ഇലക്ഷനും കാര്യങ്ങളായോണ്ട് തിയേറ്ററിൽ എന്തായിരിക്കും ഞാൻ പോയി എന്നറിയില്ല. കാണാം. രാവിലെ ഒരു വൈകുന്നേരം വരെ വോട്ടില്ലല്ലോ. ആ. ഇപ്പൊ ആർക്ക് ചെയ്താലും കണക്കാണ്. അതുകൊണ്ട് പടം ആദ്യം പോയി കണ്ടാൽ ആ ഒരു എൻജോയ്മെന്റെങ്കിലും കിട്ടും. സോ അടുത്തോട്ട് കാണാം. കാണുന്നവരെ